ടാക്സ് ഓഡിറ്റ്. ടാക്സ് ഓഡിറ്റിൻ്റെ സെക്കൻഡ് പാരഗ്രാഫാണ് ഞാൻ പറയുന്നത്. ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഫോർ സാറ്റിസ്ഫൈങ് ദ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഈസ് കോൾഡ് ടാക്സ് ഓഡിറ്റ്. ഇൻകം ടാക്സ് അതോറിറ്റീസിന് സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റാണ് ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 44AB ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് പ്രൊവൈഡ്സ് ഫോർ കമ്പൽസറി ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് സർട്ടൺ പേഴ്സൺ. ചില പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ട്, അതുപോലെ തന്നെ HUF ഉണ്ട്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഉണ്ട്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, അങ്ങനെ പല ഇൻഡിവിജ്വൽസ് ഉണ്ട്. അങ്ങനെ പല ആളുകൾക്കും മൊത്തത്തിൽ പറയുന്ന പേരാണ് പേഴ്സൺസ്. അങ്ങനെ ചില ആളുകൾ മീൻസ് ഇൻഡിവിജ്വൽസ് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ മറ്റു സ്ഥാനങ്ങളും ഉണ്ട്. അവരുടെയൊക്കെ അക്കൗണ്ട്സ് കമ്പൽസറി ആയിട്ട് ഓഡിറ്റ് ചെയ്യണം എന്ന് ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 44AB പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. According to section 44AB, every person carrying on business shall, if his total sales in business exceed 1 crore rupees in any previous year, or carrying on profession shall, if his gross receipts in profession exceeds 25 lakhs rupees in any previous year, get his accounts audited by an accountant before the specified date and furnish the report of such audit in the prescribed form duly signed and verified by such accountant before the specified date. നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ സബ്ജക്റ്റിൽ ഈ ഒരു സെക്ഷൻ പഠിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. സെക്ഷൻ 44AB എന്ന് പറയുന്ന ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷനിൽ പറയുന്നുണ്ട് എവരി പേഴ്സൺ. രണ്ട് പേരാണ് പറയുന്നത്, രണ്ട് കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. ഒന്ന്, ബിസിനസ് നടത്തുന്ന ആൾ, അയാളുടെ ടോട്ടൽ സെയിൽ, ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ടോട്ടൽ സെയിൽ 1 കോടിക്ക് മേലെ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ സംഭവിക്കുകയാണെങ്കിലോ, അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, എൻജിനീയേഴ്സ്, അവരുടെയൊക്കെ പ്രൊഫഷനിൽ നിന്ന് അവർക്ക് കിട്ടിയ ഗ്രോസ് റെസിപ്റ്റ്സ്, പ്രൊഫഷണൽ ഫീസായിട്ട് അവർ വാങ്ങിയല്ലോ, അവരുടെ ഗ്രോസ് റെസിപ്റ്റ്സ് 25 lakhs കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ വരികയാണെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്ത്, അത് ഈ സെക്ഷൻ 44AB തന്നെ പറയുന്ന ഒരു സ്പെസിഫൈഡ് ഡേറ്റ് ഉണ്ട്. സെക്ഷൻ 139 പറയുന്ന ഒരു സ്പെസിഫൈഡ് ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിന് മുമ്പായിട്ട് ഓഡിറ്റ് ചെയ്ത് ആ റിപ്പോർട്ടൊക്കെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം, അതായത് ഇൻകം ടാക്സ് അതോറിറ്റീസ് തന്നെ പറയുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം, അത് സൈൻ ചെയ്ത് വെരിഫൈ ചെയ്ത്, ആ അക്കൗണ്ടൻ്റ് തന്നെ അത് വെരിഫൈ ചെയ്ത് ആ സ്പെസിഫൈഡ് ഡേറ്റ്, അതായത് സെക്ഷൻ 139 പറയുന്ന സ്പെസിഫൈഡ് ഡേറ്റിന് മുമ്പായിട്ട് സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 44AB. അപ്പോൾ ആരൊക്കെയാണ്? രണ്ട് വ്യക്തികൾ, ഒന്ന് ബിസിനസ് ആണ്, ഒന്ന് രണ്ടാമത്തെ പ്രൊഫഷനാണ്. ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളുടെ ബിസിനസ്സിൽ നിന്ന് അയാൾക്ക് കിട്ടിയ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 1 കോടിക്ക് മേലെയാണ് ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ സംഭവിച്ചാലും മതി. ഇനി പ്രൊഫഷണൽ സർവീസ് നടത്തുന്ന ആളാണെങ്കിൽ, പ്രൊഫഷണൽ ആണെങ്കിൽ അയാളുടെ പ്രൊഫഷനിൽ നിന്ന് കിട്ടിയ റെസിപ്റ്റ്സ്, മൊത്തം റെസിപ്റ്റ് അത് 25 lakhs മേലെയാണ് ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ സംഭവിക്കുന്നത്. ഇവർ രണ്ടുപേരും അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിരിക്കണം, കമ്പൽസറി ആയിട്ട് ടാക്സ് ഓഡിറ്റ് ചെയ്തിരിക്കണം. ഇനി എന്താണ് ഈ സ്പെസിഫൈഡ് ഡേറ്റ് എന്ന് പറയുന്നത്? Company which is required to submit a report from a chartered accountant regarding international transactions, the specified date is 30th November of assessment year. ഒരു കമ്പനി അവർക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് വെച്ചു, അവർക്ക് ഈ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട്, ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടും കൂടെ അവർ സബ്മിറ്റ് ചെയ്യണം. പക്ഷേ അവരുടെ ഡേറ്റ് എന്ന് പറയുന്നത് November 30th ആണ്. എല്ലാ അസസ്മെൻറ്റ് ഇയറിലെ November 30th മുമ്പായിട്ടാണ് അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ്. അത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഉള്ള കമ്പനി. ഇനി അതല്ലാത്ത കമ്പനി, വേറെ കമ്പനി അതർ ദാൻ ദി എബോ, അതായത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഇല്ലാത്ത കമ്പനി, whose accounts are required to be audited under Income Tax Act or any other act, it is 30th September of assessment year. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഇല്ലാത്ത ഒരു കമ്പനി, അവരുടെ ടേൺ ഓവർ, അതായത് സെയിൽസിൻ്റെ വാല്യൂ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആയിരിക്കുമല്ലോ, കമ്പനി എന്തായാലും ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ ടേൺ ഓവർ 1 crore മേലെയാണ് പോയത്, പക്ഷേ എന്നാൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഇല്ല.
അവരുടെ സ്പെസിഫൈഡ് ഡേറ്റ് എന്ന് പറയുന്നത് 30th സെപ്റ്റംബറിന്. ഇനി ഇവരാരുമല്ല ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ അവരുടെ ടാക്സ് ഓഡിറ്റിൻ്റെ ആവശ്യമില്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ സ്പെസിഫൈഡ് ഡേറ്റ് എന്ന് പറയുന്നത് 30th ജൂലൈ ആണ്. ഇൻ എനി അതർ കേസ്, അതായത് ടാക്സ് ഓഡിറ്റ് ആവശ്യമില്ലാത്ത ആളുകൾക്ക് അവരുടെ സ്പെസിഫൈഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 30th ജൂലൈ ഓഫ് അസസ്മെൻറ്റ് ഇയർ. When the last day for filing return is a holiday, the assessee can file return on the next day on which the office is open. ഇനി ഈ പറഞ്ഞ സ്പെസിഫൈഡ് ഡേറ്റ്, അതായത് നവംബർ 30th ആയിക്കോട്ടെ, സെപ്റ്റംബർ 30th ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ജൂലൈ 30th ആയിക്കോട്ടെ, അതൊരു ഹോളിഡേ ആണെങ്കിൽ അയാൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ആ റിട്ടേൺ ഓഫീസ് തുറക്കുന്ന തൊട്ടടുത്ത ദിവസം തന്നെ അയാൾക്ക് ആ റിട്ടേൺ ഫയൽ ചെയ്യാം. It is mandatory for individual firms, companies liable to tax audit to file their return electronically. ഇലക്ട്രോണിക്കലി, അതായത് ഓൺലൈനായിട്ട് തന്നെ ഈ ഇൻഡിവിജ്വൽ ഫേംസും കമ്പനീസും ഒക്കെ അവരുടെ ടാക്സ് ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് ഫയൽ ചെയ്യണം എന്നാണ് മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾ. Other taxpayers will have the option to file the return in a paper form or electronically. മറ്റുള്ള ആളുകൾക്ക് അത് ഒന്നെങ്കിൽ ഇലക്ട്രോണിക്കലി ചെയ്യാം, ഓൺലൈനായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ പേപ്പർ ഫോമിൽ അത് ഫയൽ ചെയ്ത് നേരെ ഇൻകം ടാക്സ് അതോറിറ്റീസിന് കൊടുത്താൽ മതി. നെക്സ്റ്റ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ടാക്സ് ഓഡിറ്റർ. എനി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻ പ്രാക്ടീസ് ക്യാൻ പെർഫോം ടാക്സ് ഓഡിറ്റ്. ഏത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും അത് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കണം. പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് ഈ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആയി കഴിഞ്ഞിട്ട് ചില കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് സ്റ്റാഫായിട്ടൊക്കെ. അവർക്ക് പറ്റത്തില്ല. അതല്ലാതെ സ്വന്തമായി ഓഫീസൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, സ്വന്തമായി ഓഫീസ് ഇട്ടിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവരാണ് ഈ ടാക്സ് ഓഡിറ്റ് ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ. Thus, in the case of companies, the tax audit can be conducted by the statutory auditor or by any other chartered accountant in practice. ഈ കമ്പനിയുടെ കാര്യത്തിൽ അവരൊരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യും. അയാൾ ചെയ്താലും മതി, ഓഡിറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്താലും മതിയാകും. The appointment of the tax auditor can be made by the management. മാനേജ്മെൻറ്റാണ് ടാക്സ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. Thus, in the case of a company, the board of directors or the officers so authorized by it can appoint the tax auditor. ഈ കമ്പനിയുടെ കാര്യത്തിൽ ഒന്നുകിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓതറൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓഫീസർ ആയിരിക്കും ഈ ടാക്സ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. Similarly, a partner of a firm, proprietor or any other authorized person can appoint the tax auditor. ഇനി ഒരു ഫേമിൻ്റെ പാർട്ട്ണർക്കോ അതല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്രൈറ്റർക്കോ, ഒരു ബിസിനസ് സ്ഥാപനം ഒറ്റയ്ക്ക് നടത്തുന്നവരുണ്ടല്ലോ, ആ സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓതറൈസ്ഡ് പേഴ്സൺസിനോ അവരുടെ ടാക്സ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യാം. ദെൻ പെനാൽറ്റി ഫോർ ഫെയിലിയർ ഓഫ് ടാക്സ് ഓഡിറ്റ്. ഇനി ടാക്സ് ഓഡിറ്റ് ചെയ്തില്ല എങ്കിൽ എന്താണ് പെനാൽറ്റി എന്ന്? Under Section 271B Income Tax Act 1961, if a person fails to get his accounts audited as required under Section 44AB of the Act, or to furnish the report of such audit, a sum equal to 0.5% of the total sales, turnover, or gross receipts, as the case may be, or a sum of rupees 1 lakh, whichever is less, can be levied as penalty. ഇനി മുമ്പേ പറഞ്ഞ സെക്ഷൻ 44AB പ്രകാരം അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്ത് ആ ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്തില്ല, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ സെക്ഷൻ 271B ഓഫ് ഇൻകം ടാക്സ് ആക്റ്റിൽ പറയുന്നത് പെനാൽറ്റി എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ സെയിൽസോ അല്ലെങ്കിൽ ടേൺ ഓവറോ അല്ലെങ്കിൽ ഗ്രോസ് റെസിപ്റ്റോ എന്തും ആയിക്കോട്ടെ, സെയിൽസ് അതാണല്ലോ നമ്മൾ 1 crore 25 lakhs എന്നൊക്കെ പറഞ്ഞേ, അതിൻ്റെ 0.5% എത്രയാണോ കിട്ടുന്നത് ആ എമൗണ്ടോ അതല്ലെങ്കിൽ 1 lakh ഏറ്റവും കുറവ് ഏതാണോ ആ എമൗണ്ട് ആയിരിക്കും പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. Then removal of tax auditor. Though in the normal case an auditor should not be removed during the tenure of his appointment, the management can remove a tax auditor if there are valid grounds for such removal.
സാധാരണ കേസിൽ ഓഡിറ്ററെ അയാളുടെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഒരു വർഷത്തെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാനായിട്ടായിരിക്കുമല്ലോ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അത് തീരുന്നത് വരെ അയാളെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മാനേജ്മെൻറ്റ് എന്തെങ്കിലും തോന്നുകയാണ് അയാളെ മാറ്റുന്നതാണ് നല്ലത്, അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാലിഡ് ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ന്യായമായ കാരണങ്ങളാൽ ആണ് അയാളെ മാറ്റുന്നത്, ആ ടാക്സ് ഓഡിറ്ററെ മാറ്റുന്നതെങ്കിൽ മാനേജ്മെൻറ്റ് റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാത്ത കേസിൽ അയാളുടെ ടാക്സ് ഓഡിറ്റിൻ്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അയാളെ മാറ്റാൻ വകുപ്പില്ല. However, in case there is an unjustified removal of an auditor, he can refer the matter to a special committee of the ICAI which looks into complaints of unjustified removal. ഇനി ഓഡിറ്റർക്ക് തോന്നുകയാണ് അയാളെ അന്യായമായ കാരണത്താലാണ് റിമൂവ് ചെയ്തത് എന്ന് അയാൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു കാര്യം ICAIയുടെ സ്പെഷ്യൽ കമ്മിറ്റിക്ക് അയാൾക്കത് റെഫർ ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അകാരണമായ അല്ലെങ്കിൽ അന്യായമായ റിമൂവലിനെ കുറിച്ച് അവർ അന്വേഷിക്കുകയും ചെയ്യും.